നമസ്കാരം. ചില വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിൽ കാണാറില്ല. മലയാളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്ത, അല്ലെങ്കിൽ അവരറിയാതെ പോയ ഹൃദയം നുറുങ്ങുന്ന ഒരു സംഭവമാണിത്. ആന്ധ്രയിലെ ഒരു ഗോത്ര വിഭാഗമാണ് യാനാടി. ഈ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു അങ്കമ്മയും ഭർത്താവ് ചെന്നയ്യനും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ 3 ആൺമക്കളുണ്ടായിരുന്നു ഈ ദമ്പതിമാർക്ക്. എന്തുകൊണ്ടാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ എന്ന് ഞാൻ എടുത്തു പറഞ്ഞതെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. അതിനുത്തരം കിട്ടണമെങ്കിൽ ഇതിൻ്റെ അവസാനം വരെ കാണണം. വളരെ ദരിദ്രാവസ്ഥയിലാണ് ചെന്നയ്യൻ്റെ കുടുംബം കഴിഞ്ഞിരുന്നത്. കൂലിപ്പണിക്കാരായ അവർക്ക് വല്ലപ്പോഴുമാണ് ജോലിയുള്ളത്. അതിൽ നിന്ന് കിട്ടുന്ന കൂലി എല്ലാവർക്കും വയറു നിറയാനുള്ള വകയ്ക്ക് പോലും ഉണ്ടായിരുന്നില്ല. ജോലി അന്വേഷിച്ചു നടന്ന അവർ ആരോ പറഞ്ഞതനുസരിച്ച് തിരുപ്പതിക്കടുത്തുള്ള സന്തബേലൂർ ഗ്രാമത്തിലെ മുത്തു എന്ന താറാവ് കൃഷിക്കാരൻ്റെ അടുത്തെത്തി. 2 കൊല്ലം മുമ്പായിരുന്നു അത്. മുത്തുവിന് താറാവ് കൃഷി മാത്രമല്ല, നിരവധി കന്നുകാലികളും സന്തബേലൂരിൽ ഒരു ബേക്കറിയും ഉണ്ടായിരുന്നു. തൻ്റെ അടുത്ത് ജോലി അന്വേഷിച്ചെത്തിയ ചെന്നയ്യനെയും ഭാര്യയെയും മുത്തു ജോലിക്കെടുത്തു. താറാവുകളെയും കന്നുകാലികളെയും പരിപാലിക്കുന്നതിനോടൊപ്പം അയാളുടെ ബേക്കറിയിൽ ആവശ്യമായ സഹായങ്ങളും ചെയ്യണം. രാപ്പകൽ പണിയെടുക്കുന്നതിന് ഒരാൾക്ക് 400 രൂപയായിരുന്നു മുത്തു കൂലി നിശ്ചയിച്ചിരുന്നത്. എല്ലുമുറിയെ പണിയെടുക്കുന്ന അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളോ ആവശ്യത്തിന് ഭക്ഷണമോ ഒന്നും മുത്തു നൽകിയില്ല. എങ്കിലും പരാതികളൊന്നുമില്ലാതെ തന്നെ ചെന്നയ്യനും അങ്കമ്മയും തങ്ങളുടെ ജോലി ചെയ്തു. ജോലിക്ക് ചേർന്ന് കുറച്ചു ദിവസത്തിനുള്ളിൽ എന്തോ ആവശ്യത്തിനായി ചെന്നയ്യൻ മുത്തുവിനോട് 15,000 രൂപ കടം വാങ്ങി. മാസം ശമ്പളത്തിൽ നിന്ന് ഗഡുക്കളായി തിരിച്ചു പിടിക്കാമെന്നുള്ള വ്യവസ്ഥയിലായിരുന്നു മുത്തു പണം നൽകിയത്. എന്നാൽ ജോലിക്ക് ചേർന്ന് 6 മാസങ്ങൾ കഴിഞ്ഞിട്ടും കൂലി കൊടുക്കാൻ മുത്തു തയ്യാറായില്ല. പലതവണ ചെന്നയ്യനും അങ്കമ്മയും തങ്ങളുടെ കൂലി ചോദിച്ചു. പക്ഷെ അപ്പോഴൊക്കെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് മുത്തു ഒഴിഞ്ഞുമാറി. മുത്തു എപ്പോഴെങ്കിലും പണം തരാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ ചെന്നയ്യനും അങ്കമ്മയും തങ്ങളുടെ ജോലി തുടർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർക്കിടയിലേക്ക് ഒരു ദുരന്തം കടന്നു വന്നത്. എന്തോ അസുഖം ബാധിച്ച് ചെന്നയ്യൻ പെട്ടെന്ന് മരണപ്പെട്ടു. ചെന്നയ്യന്റെ മൃതദേഹവും കൊണ്ട് മരണാനന്തര ചടങ്ങുകൾക്കായി അങ്കമ്മ അയാളുടെ നാട്ടിലേക്ക് പോയി. പോകാൻ നേരം ഒരു ചെറിയ തുക മുത്തു അങ്കമ്മയെ ഏൽപ്പിച്ചു എന്നല്ലാതെ അവരുടെ കൂലി കണക്കു തീർത്തു കൊടുക്കാൻ അയാൾ തയ്യാറായില്ല. ഭർത്താവിൻ്റെ ശവസംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടും അങ്കമ്മ സന്തബേലൂരിലേക്ക് മടങ്ങിപ്പോയില്ല. പോയിട്ടും കാര്യമില്ല. കൂലിയില്ലാതെ ജോലി ചെയ്തിട്ട് എന്തു കാര്യം? പറക്കമുറ്റാത്ത 3 ആൺകുട്ടികളെയും ചേർത്തു പിടിച്ച് എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചിരിക്കുന്ന അങ്കമ്മയെ അന്വേഷിച്ച് മുത്തു എത്തി. താനിനി സന്തബേലൂരിലേക്ക് വരുന്നില്ല എന്ന് അവൾ തീർത്തു പറഞ്ഞു. അതോടെ മുത്തുവിൻ്റെ മട്ടുമാറി. തനിക്ക് തരാനുള്ള 15,000 രൂപ പലിശയടക്കം 48,000 രൂപയായിട്ടുണ്ടെന്നും അത് തിരിച്ചു വേണമെന്നുമായി മുത്തു. തങ്ങൾക്ക് തരാനുള്ള കൂലിയിൽ നിന്ന് ആ പണം എടുത്തിട്ട് ബാക്കി പണം തരാൻ അങ്കമ്മ കേണപേക്ഷിച്ചിട്ടും ഫലമുണ്ടായില്ല. അയാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ദുർബലയായ ആ പാവം സ്ത്രീക്ക് കഴിഞ്ഞതുമില്ല. തൻ്റെ പണം മടക്കി തരുന്നതുവരെ പണയമായി ഇവൻ എൻ്റെ കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് അങ്കമ്മയുടെ ഇളയ മകൻ 9 വയസ്സുകാരൻ വെങ്കടേഷിനെ മുത്തു ബലമായി പിടിച്ചുകൊണ്ടുപോയി. നിസ്സഹായതയോടെ അത് നോക്കി നിൽക്കാൻ മാത്രമേ അങ്കമ്മയ്ക്ക് കഴിഞ്ഞുള്ളൂ. മറ്റെവിടെയെങ്കിലും ജോലിക്ക് പോയി മുത്തുവിൻ്റെ പണം മടക്കിക്കൊടുത്ത് മകനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് അവൾ സ്വയം ആശ്വസിച്ചു. അങ്ങനെ താൻ മുമ്പ് ജോലി ചെയ്തിരുന്ന തുറക്കപ്പള്ളിയിലെ റെഡ്ഡിയുടെ നാരങ്ങാത്തോട്ടത്തിൽ അവൾ ജോലിക്ക് പോയി തുടങ്ങി. വല്ലപ്പോഴും മുത്തുവിൻ്റെ ഫോണിൽ വിളിച്ച് അവൾ മകനോട് സംസാരിക്കും. അപ്പോഴൊക്കെ അവന് പറയാനുള്ളത് മുത്തുവിൻ്റെ ക്രൂരതകളെയും അവിടെ താൻ അനുഭവിക്കുന്ന നരകയാതനകളെയും കുറിച്ചായിരിക്കും. തന്നെ എങ്ങനെയെങ്കിലും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവൻ അലമുറയിട്ട് കരയും. ഇത് കേട്ട് ഹൃദയം നുറുങ്ങി നിൽക്കാൻ മാത്രമേ ആ അമ്മയ്ക്ക് കഴിയുമായിരുന്നുള്ളൂ. ഇക്കഴിഞ്ഞ ഏപ്രിൽ 12-നായിരുന്നു അങ്കമ്മ മകനോട് അവസാനമായി സംസാരിച്ചത്. അപ്പോഴേക്കും മുത്തുവിന് കൊടുക്കാനുള്ള പണം അവൾ തനിക്ക് കിട്ടുന്ന തുച്ഛമായ കൂലിയിൽ നിന്ന് മിച്ചം പിടിച്ച് സ്വരുക്കൂട്ടി വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്തയാഴ്ച വന്ന് അമ്മ നിന്നെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് ആ പാവം മകന് വാക്കുകൊടുത്തു. എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ താൻ തൈര് സാദം കഴിച്ചെന്ന് അവൻ മറുപടിയും നൽകി. അത് കേട്ടപ്പോൾ അങ്കമ്മയ്ക്ക് ആശ്വാസമായി. കാരണം എപ്പോൾ വിളിക്കുമ്പോഴും എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചാൽ ചോറും വെള്ളവും ഉപ്പും എന്നായിരിക്കും അവൻ്റെ മറുപടി. അതുകൊണ്ട് തന്നെ ഇത്തവണ തൈര് സാദമാണ് താൻ കഴിച്ചതെന്ന് മകൻ പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി. പിറ്റേയാഴ്ച മുത്തുവിന് കൊടുക്കാനുള്ള പണവുമായി അങ്കമ്മ സന്തബേലൂരിലെത്തി. പക്ഷെ മകനെ കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. അങ്കമ്മ മുത്തുവിനോട് മകനെവിടെ എന്ന് തിരക്കി. കഴിഞ്ഞയാഴ്ച അവൻ തൻ്റെ മൊബൈൽ ഫോണും കുറച്ച് പണവും മോഷ്ടിച്ചുകൊണ്ട് എങ്ങോട്ടോ ഓടിപ്പോയെന്ന് മുത്തു മറുപടി പറഞ്ഞു. അതോടെ അവൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. 1 മാസം കഴിഞ്ഞിട്ടും മകനെക്കുറിച്ച് യാതൊരു വിവരവും കിട്ടാതായതോടെ അങ്കമ്മ താൻ പണിയെടുക്കുന്ന നാരങ്ങാത്തോട്ടത്തിൻ്റെ ഉടമ റെഡ്ഡിയുടെ സഹായത്തോടെ സന്തബേലൂരിലെത്തി പോലീസിൽ പരാതി നൽകി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ FIR രജിസ്റ്റർ ചെയ്ത സന്തബേലൂർ പോലീസ് മുത്തുവിനെയും കുടുംബാംഗങ്ങളെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ മുത്തു തത്ത പറയുന്നത് പോലെ കാര്യങ്ങൾ പറഞ്ഞു. മഞ്ഞപ്പിത്തം പിടിപെട്ട വെങ്കടേഷിനെ തിരുവണ്ണാമലയ്ക്കടുത്തുള്ള ഒരു ക്ലിനിക്കിൽ പ്രവേശിപ്പിക്കുകയും അവിടെ വെച്ച് അവൻ മരണപ്പെടുകയും ചെയ്തെന്ന് മുത്തു പറഞ്ഞു. ഇക്കാര്യം അങ്കമ്മയെ അറിയിക്കാനുള്ള പേടി കൊണ്ടാണ് മറച്ചുവെച്ചതെന്നും അയാൾ കൂട്ടിച്ചേർത്തു. വെങ്കടേഷിന്റെ മൃതദേഹം എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് കാഞ്ചീപുരത്തിനടുത്തുള്ള പാലാർ നദിയുടെ കരയിൽ കുഴിച്ചുമൂടിയെന്നും അയാൾ കുറ്റസമ്മതം നടത്തി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുത്തുവിനും ഭാര്യയ്ക്കും മകനുമെതിരെ SC/ST അട്രോസിറ്റീസ് ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ദി ബോണ്ടഡ് ലേബർ സിസ്റ്റം ആക്ട്, ചൈൽഡ് ലേബർ ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്തു.
മെയ് 22-ന് വെങ്കടേഷിന്റെ മൃതദേഹം കുഴിച്ചിട്ട പാലാർ നദിക്കരയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ഭാരമുള്ള എന്തോ വസ്തു കൊണ്ട് വെങ്കടേഷിന്റെ തലയിൽ അടിക്കുകയും ആ അടിയിൽ കുട്ടിയുടെ തലയോട് പൊട്ടി തലച്ചോറിന് ക്ഷതം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതായിരുന്നു വെങ്കടേഷിന്റെ മരണകാരണം. മുത്തുവിനും ഭാര്യയ്ക്കും മകനുമെതിരെ പിന്നീട് പോലീസ് കൊലക്കുറ്റം ചുമത്തി. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ. വെറും 15,000 രൂപയ്ക്ക് വേണ്ടി സ്വന്തം മകനെ പണയപ്പെടുത്തേണ്ടി വന്ന ഒരു അമ്മയുടെ ഗതികേടിന് ആരാണ് ഉത്തരവാദി? കളിച്ചും പഠിച്ചും നടക്കേണ്ട പ്രായത്തിൽ ഒരു പണയ വസ്തുവായി അപമാനിക്കപ്പെട്ട് നേരാംവണ്ണം ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ ഏതോ നരാധമന്റെ ഒരൊറ്റയടിയിൽ പിടഞ്ഞു മരിക്കേണ്ടി വന്ന ആ കുഞ്ഞിന്റെ ദുരവസ്ഥയ്ക്ക് ആരാണ് ഉത്തരവാദി? ഭരണകൂടവും നിയമവ്യവസ്ഥയും മാത്രമാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഒഴിഞ്ഞു മാറാം. പക്ഷെ നമ്മുടെ മനസാക്ഷിയോട് ഒന്ന് ആവർത്തിച്ച് ചോദിക്കണം, ആരാണ് ഉത്തരവാദി? അതെ, ഞാനും നിങ്ങളും അടങ്ങുന്ന പ്രതികരണശേഷിയില്ലാത്ത ഇവിടുത്തെ സമൂഹം. ഈ സമൂഹം തന്നെയാണ് ഇതിന് ഉത്തരവാദി. സ്വാതന്ത്ര്യം കിട്ടി വർഷങ്ങൾ 78 ഇപ്പോഴും ഇതുപോലുള്ള പ്രാകൃത സംഭവങ്ങൾ ഈ രാജ്യത്ത് ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഓരോരുത്തരും സ്വയം ചോദിക്കണം, സ്വാതന്ത്ര്യം കിട്ടിയോ? കിട്ടിയെങ്കിൽ ആർക്ക്? ഒരു പണയ വസ്തുവായി അപമാനമേറ്റ് ഈ ലോകത്ത് നിന്ന് മടങ്ങിപ്പോകേണ്ടി വന്ന ആ 9 വയസ്സുകാരൻ വെങ്കിടേഷ്, ആ കുഞ്ഞിന്റെ ആത്മാവിനെങ്കിലും ശാന്തി കിട്ടട്ടെ.